ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ തന്നെ ഇന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ ആദ്യത്തെ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും അത്ര കാര്യമായിട്ട് വെള്ളം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പച്ചക്കറികൾക്ക്. അപ്പോൾ ഇന്ന് രാവിലെ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. രാവിലത്തെ ആ ഒരു ചെറിയ ചൂടും ആ ഒരു ചെറിയ മഞ്ഞും എല്ലാം കൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഏകദേശമൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് വാഴകൾക്കൊക്കെയാണ് കേട്ടോ. വാഴ, പാവൽ, കോവൽ ഇവർക്കൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടുന്നത്. പയർ ഇവർക്കൊക്കെയാണേ. വെണ്ടയ്ക്കും ചീരയ്ക്കൊന്നും അങ്ങനെ വെള്ളം കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കും തോറും ഇവർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോച്ചകളാണേ. നമ്മളിങ്ങനെ പോച്ചയൊക്കെ പറിച്ച് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളത്തിൻ്റെ ഒരു സ്വാധീനം കാരണം അവർ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് നോക്കിക്കുക നല്ല രീതിയിൽ അവിടെ എല്ലാം പോച്ചകളുണ്ട്. ആ ഒരു വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കളിച്ചുകൊണ്ടും കൂടിയിരിക്കുക. അപ്പോൾ ഞാൻ അതൊരു കൗതുകമായിട്ടൊക്കെ തോന്നി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ദൂരെ സ്ഥലത്തേക്ക് എത്രത്തോളം ഫാസ്റ്റിൽ ഇങ്ങനെ ദൂരേക്ക് ഒഴിച്ചു കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്കൂടെ നമുക്ക് ഇതിന് പയറും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് അതൊന്നും പിച്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വെച്ച് നാളെ ചെയ്യാമെന്ന്. അങ്ങനെ വാഴയ്ക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളമെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും കുറച്ച് ചീരയ്ക്കും കൂടിയൊക്കെ കൊടുക്കുക. എന്തായാലും നനയ്ക്കാൻ ഇറങ്ങിയതല്ലേ, അങ്ങനെ ചീരയ്ക്കും കൂടെയൊക്കെ കുറച്ച് ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നോക്കിക്കുക, ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ പോച്ചയായിട്ടുണ്ട്. കുറേശ്ശെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ പറമ്പിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ രാവിലെയാണ് ഇറങ്ങുന്നത്. കാരണം ഉച്ചക്കലത്തെ ഒരു വെയിലൊക്കെ കാരണം നമുക്കങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിങ്ങനെ വെള്ളം നനയ്ക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഓരോന്ന് ഇതിൻ്റെയൊക്കെ വിളവൊക്കെ എടുക്കാൻ വരുന്ന സമയത്തും ഒക്കെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ പോച്ചകളൊക്കെ ഇങ്ങനെ പിച്ചി കളയാറുണ്ട്. അങ്ങനെയൊക്കെ കുറേശ്ശെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിയിൽ തന്നെ വെയിലടിക്കുന്നതുകൊണ്ട് അങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ അമരക്കയുടെ ഒരു പയറിങ്ങനെ കിളച്ച് വയ്ക്കുന്നത് കാരണം അതിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് അതിന് ചെറിയ തണ്ടാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അത് ചാഞ്ഞു പോകുന്നതിന് നമുക്കൊരു കമ്പൊക്കെ കൊടുത്ത് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡും അടുത്ത വേറെ സൈഡും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ, നമ്മുടെ എൻട്രൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയും കുറേയൊക്കെ പോച്ചയൊക്കെ ചെത്താനുണ്ടായിരുന്നു. നമ്മൾ പുതുതായിട്ട് മേടിച്ച കുന്താലിയാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഇല്ലാത്ത സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ എനിക്കങ്ങനെ അധികമൊന്നും ഇങ്ങനെ ചെത്താനും വേണ്ടിയിട്ട് അറിയില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ചെത്തുമ്പോൾ ചെത്തുന്ന ഭാഗത്ത് കുഴിയായി പോകുന്നുണ്ട്. അപ്പോൾ മമ്മി എനിക്ക് പറഞ്ഞു ഒന്നും ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ കുറേശ്ശെയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പോച്ച നമുക്ക് വീണ്ടും യൂസ്ഡാണ് കേട്ടോ. കാരണം നമ്മുടെ വളത്തിനകത്തൊക്കെ നമുക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു സൈഡൊക്കെ കുറച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ചെടിയൊക്കെ ഇരിക്കുന്ന ഭാഗം കണ്ടോ, അതൊക്കെ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരികയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നിന്ന് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ മണ്ണുകളൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് പോച്ചകൾ മാത്രം ഇങ്ങനെ തരം തിരിച്ചിട്ട് നമ്മളതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത പോച്ചകളെല്ലാം നമ്മളൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ അതെല്ലാം നമ്മളിങ്ങനെ ശേഖരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് വീണ്ടും റീയൂസ് ഉണ്ട്. അങ്ങനെ അതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ. നമുക്ക് വീണ്ടും നമ്മുടെ വളം റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ വളം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനകത്ത് വളം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒരുവിധം എല്ലാം ആയി നമ്മളതെല്ലാം എടുത്തിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വേറെ കുറച്ച് സാങ്കേതിക തകരാറുകൾ കാരണമാണ് കേട്ടോ ആ വോയിസ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ പോച്ച. ഇപ്പം നമ്മൾ ചെത്തിയെടുത്തില്ലേ, അതുപോലുള്ള നേരത്തെ ചെത്തിയെടുത്തിട്ടുണ്ടായിരുന്ന പോച്ചകൾ നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാക്സിമം ടൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബോക്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചകിരിച്ചോറും മണ്ണും കൂടെ പിന്നെ വേറെ കാൽസ്യത്തിൻ്റെ പൗഡറും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്
സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ചാണകം അതായത് പച്ച ചാണകം കൊണ്ടുവന്നിട്ട് അതിനകത്ത് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തേർഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം 4 സൈഡിന് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു കരിയില, നമ്മുടെ നോർമൽ ഇല ഉണങ്ങിയ കരിയില നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് 4ാമത്തെ ലെയറായിട്ട്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഈ ഒരു പച്ച തന്നെ പോച്ചകൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പല ലെയറുകളായിട്ടാണ് നമ്മളിതിനെ ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് അവിഞ്ഞിരുന്നിട്ട് വളം സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പോച്ചയെല്ലാം വെച്ച് കൊടുത്തിട്ട് മാക്സിമം അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, അമക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചാമ്പലില്ലേ, നമ്മൾ അടുപ്പിൽ കത്തിച്ചെടുക്കുമ്പോൾ നമുക്ക് വിറവിൻ്റെയൊക്കെ ചാമ്പൽ കിട്ടത്തില്ലേ, ആ ചാമ്പലൊക്കെ ഒന്ന് ലെയറായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക, കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ചകിരിച്ചോറും ഈ ഒരു മണ്ണും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മണ്ണും കൂടെ സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മണ്ടയിലേക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു ചാണകവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു കരിയിലയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ മണ്ടയിലോട്ട് വീണ്ടും നമ്മൾ നേരത്തെ ആ പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോച്ചയും കൂടി ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കുള്ള ആ ഒരു വളത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ പോച്ചയും കൂടെ വെച്ച് കൊടുത്തിട്ട് തന്നെ മാക്സിമം ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വീണ്ടും അതിൻ്റെ മണ്ടയിൽ വീണ്ടും നമ്മൾ ചാമ്പൽ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട ഈ ഒരു പാത്രത്തിനകത്തുള്ള ചാമ്പല് 2 ലെയറിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ആ ഒരു നമ്മുടെ ചാണകത്തിൻ്റെ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ വീണ്ടും അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ ആ നേരത്തെ വെച്ചിരുന്ന ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തത് നല്ല രീതിയിൽ 4 സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ ഏകദേശം എത്ര ലെയറായി നോക്കിക്കുക. ഇപ്പം തന്നെ ആ ഒരു ബോക്സിന് ഏകദേശം 3/4 ഭാഗത്തോളം ഫില്ലായി കഴിഞ്ഞു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ചകിരിച്ചോറും മണ്ണും കൂടെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ട്, ഡ്രാഗൻ്റെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഈ ഒരു വളം തന്നെ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത ആ ഒരു വളമില്ലേ, നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ചിരുന്ന വളമൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നിരുന്ന് അത് ഏകദേശം താന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മണ്ണൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ നമ്മളതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആകുമ്പോൾ അതിനെ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പോച്ചകൾ കയറി കിടക്കുന്നുണ്ട്. നോക്കിക്കേ, ആ ഒരു സൈഡിൽ ആ പോച്ച കാണാത്ത ഭാഗത്തെല്ലാം നമ്മൾ ചെത്തി വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങോട്ടൊന്നും വലിയ രീതിയിൽ പോച്ച പോകില്ല, കാരണം അവിടെ ആ ഒരു ഭാഗത്തൊന്നും വലിയ രീതിയിൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുമല്ല ചാണകമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോച്ചകൾ കിളിക്കാനുള്ള സാഹചര്യം വലിയ രീതിയിലുണ്ടാവില്ല. നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അന്ന് പച്ച ചാണകം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൂടാതെ തന്നെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വളങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഭാഗത്തെല്ലാം പോച്ച കയറും കേട്ടോ. എത്ര നമ്മൾ ചെയ്തു കൊടുത്താലും വെറുതെയാണ്, പോച്ചകളിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് നല്ല രീതിയിൽ മണ്ണോട് കൂടിയുള്ള ഒരു പോച്ച ആയതുകൊണ്ട് നമുക്ക് പശുവിനൊക്കെ കൊടുക്കാൻ വലിയ പാടാണ് കേട്ടോ. പിന്നെ ചെത്തിയെടുക്കുക മീൻസ് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറ്റി നിന്നിട്ട് പിന്നെയും പോച്ച കിളിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മൂടോട് കൂടി തന്നെ പിഴുത് മാറ്റിയാണ് ചെയ്യുന്നത്. കാരണം വീണ്ടും പോച്ച കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോച്ചകൾ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ കിളിച്ച് വന്നാൽ ഇപ്പോൾ വിത്ത് ഏതാണ് പോച്ച ഏതാണ് എന്നറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പാത്തിയെല്ലാം നമ്മളൊന്ന് സെറ്റാക്കി ഒന്ന് പോച്ചയെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് പോച്ചകളുണ്ട്. ഓരോ ദിവസം പറ്റുന്ന രീതിയിൽ കുറേശ്ശെ ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ പിച്ചി മാറ്റുന്നുണ്ട്. നല്ല പുല്ല് പോച്ചയെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ആ പോച്ചയ്ക്ക് പറയുന്നത്. നല്ല നീളത്തിലുള്ളൊരു പോച്ചയായിരുന്നു. അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അവിടെ കിളിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. എത്ര പിഴുതി ഇങ്ങോട്ട് വന്നാലും പിഴുതി ഇങ്ങോട്ട് വരില്ല. പിന്നെ അതിന് കൂടെ ചെറിയൊരു വള്ളിപ്പയറിൻ്റെയോ കാട്ടുവള്ളിപ്പയർ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ പോച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അത്യാവശ്യം കുറച്ച് രീതിയിലൊക്കെ നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ക്ലിയർ ചെയ്യണമെന്ന് തന്നെയാണ് ഭയങ്കര ആഗ്രഹം. നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവുമെന്ന് നോക്കാം. വരുന്ന ദിവസങ്ങളിലെല്ലാം എന്തായാലും ഇതെല്ലാം ക്ലിയർ ചെയ്ത് എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പോച്ച ഏതാ വിത്ത് ഏതാ കൃഷി ഏതാ എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയി പോകത്തില്ലേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പിഴുതെടുത്തിട്ട് നമ്മളവിടെ മാവിൻ്റെ ചോട്ടിലാണ് കേട്ടോ അതിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അവിടെ കിടന്നത് വളമായിക്കോട്ടെ. അങ്ങനെ വീണ്ടും ആ ഒരു ഭാഗത്തും കൂടെ ഒക്കെ കുറച്ച് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ എടുത്തിട്ട് നല്ല രീതിയിൽ മണ്ണും ചെളിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നനച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണേ. അങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ മാവിനൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടണം കേട്ടോ. മാവിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ നമ്മുടെ വാഴയും
മാവും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്കും എല്ലാം നല്ല രീതിയിൽ കുറച്ചും കൂടെയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളപ്പോൾ എല്ലാവർക്കും ബായ്.